നടന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയ അതിജീവിത. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനും കോൺഗ്രസ് സൈബർ വിഭാഗവും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നുവെന്നാണ് പരാതി. ഈ ആക്രമണം തടയാൻ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നാണ് ആവശ്യം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നടപടി പ്രതീകാത്മകമെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിജീവിതയുടെ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു. ആർ റോഷിപാലും നോബിൾ മാരിക്കാരനുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ, എന്താണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പാർട്ടിക്ക് പുറത്തായിട്ടും കോൺഗ്രസ് സൈബർ വിങ്ങുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണോ? അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണം രൂക്ഷമായി തുടരുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. എന്താണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്? വിനീത, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫെനി നൈനാന്റെ നേതൃത്വത്തിൽ ഒപ്പം സൈബർ അംഗങ്ങളും ചില പ്രധാനപ്പെട്ട നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാപകമായി അതിജീവിതമാരെ ആക്രമിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രവുമല്ല, അവരുടെ വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുകയാണ്. അതുവഴി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും പരാതിയുടെ പകർപ്പ് ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ സന്ദേശം അയക്കേണ്ടി വന്നത്, പരാതി അയക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ PR സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അതിജീവിതമാരെ പരാതിയിൽ നിന്നും പിൻവാങ്ങിക്കാൻ ബ്ലാക്ക്മെയിലിംഗിന് സമാനമായ രീതിയിൽ സന്ദേശങ്ങൾ എഴുതുന്നു. സാമൂഹ്യ മാധ്യമത്തിൽ ഒന്നാകെ അവരുടെ വ്യക്തിഹത്യക്ക് വേണ്ടി നേതൃത്വം നൽകുന്നു. അത് പ്രധാനപ്പെട്ട ചില നേതാക്കളടക്കം ഇതിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പിന്തുണ, കോൺഗ്രസിൽ നിലവിലുള്ള MLA പദവി അടക്കം ദുരുപയോഗം ചെയ്ത്, അല്ലെങ്കിൽ ആ തരത്തിൽ ബന്ധങ്ങളും ആ ഉന്നത പദവിയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിജീവിതമാരെ ഈ പരാതിയിൽ നിന്നും പിൻവാങ്ങിക്കാൻ ഭീഷണിപ്പെടുത്തുന്നത് എന്നടക്കമാണ് അതീവ ഗൗരവമായ വിഷയങ്ങളാണ് ഈ പരാതിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ രണ്ടാമത്തെ പരാതി വന്ന ആ പെൺകുട്ടി ആദ്യം കോൺഗ്രസ് നേതൃത്വത്തിനായിരുന്നു പരാതി നൽകിയത്. അന്ന് ആ പരാതി നേരെ പോലീസ് മേധാവി കൈമാറുകയും അതിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. സമാനമായ ഒരു പരാതിയാണ്. പക്ഷേ ഇതുവരെ നടന്ന സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൈമാറിയ വിവരങ്ങൾ, ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ എല്ലാം പുറത്തേക്ക് വിടുകയാണ്. ചാനലുകൾക്ക് അഭിമുഖം നൽകിക്കൊണ്ട് വെള്ളപൂശാനുള്ള ശ്രമം നടത്തുന്നു. അതുവഴി വ്യക്തിഹത്യ നടത്താൻ, അതിജീവിതമാരുടെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും നടത്തുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടപെടണമെന്ന ആവശ്യമാണ് അതിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. വിനീത, ശരി, നോബിൾ മാരിക്കാരൻ കൂടി ചേരുകയാണ്. നോബിൾ, ഇതിലിപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒപ്പം രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഏറ്റവും നിർണായകമാണ്. കാരണം അതിജീവിതമാർക്കെതിരായ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം, നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ പാർട്ടിക്ക് രണ്ടാമത്തെ പരാതി പാർട്ടിക്കാണ് ലഭിക്കുന്നത്. അത് പോലീസിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് നേരിട്ട്, ഹൈക്കമാൻഡിന് നേരിട്ട്, രാഹുൽ ഗാന്ധിക്ക് നേരിട്ടൊരു പരാതി ലഭിക്കുമ്പോൾ എന്തായിരിക്കും തുടർ നടപടികൾ? വിനീത, കോൺഗ്രസ് സംബന്ധിച്ച് സ്ത്രീ സുരക്ഷ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ അതിജീവിതമാർ പരാതി ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് അയക്കുന്നത് വലിയ തരത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ KPCC ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാന നേതാക്കൾക്കാണ് ഈ സൈബർ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ അംഗത്വം ഉള്ള പല ആളുകൾക്കും ഇതിൽ പങ്കുണ്ടതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പരാമർശിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടിക്ക് ഇത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ KPCC അടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചന നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും പ്രതികരണം ഹൈക്കമാൻഡിന്റെ ഭാഗത്തടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി, നോബിൾ മാരിക്കാരനും റോഷിപാലുമാണ് വിശദാംശങ്ങൾ.